മറ്റൊരു വാർത്തയുള്ളത് അതിരപ്പള്ളിയിൽ നിന്നാണ്. അവിടെ മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി കോടനാട് ആന പരിപാലന കേന്ദ്രത്തിൽ എത്തിച്ച് ചികിത്സ നൽകാനാണ് നീക്കങ്ങൾ. കോടനാട് പുതിയ കൂട് നിർമ്മിക്കുന്നതിനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൂട് നിർമ്മാണം പൂർത്തിയായതിനു ശേഷം ദൗത്യം ആരംഭിക്കും. കെ അഖിലാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകുക. അഖിൽ, ഗുഡ് മോർണിംഗ്. നമുക്ക് അറിയാം, ഒരു പ്രാവശ്യം വനം വകുപ്പ് ആനയ്ക്ക് ചികിത്സ നൽകി കാട്ടിലേക്ക് വിട്ടതായിരുന്നു. പക്ഷേ അതിന്റെ ആരോഗ്യനില വീണ്ടും മോശമായി എന്നൊക്കെയാണ് അറിയുന്നത്. അപ്പോൾ ഇനി എങ്ങനെയായിരിക്കും തുടർ ദൗത്യം? ദിവ്യ, ആനയുടെ ആനയ്ക്ക് വീണ്ടും പരിക്ക്, അത്യാവശ്യം ഈ പുഴുവൊക്കെ വരുന്നുണ്ട് മുറിവിൽ നിന്നും. അതുകൊണ്ട് തന്നെ ആനയ്ക്ക് വീണ്ടും ചികിത്സ നൽകേണ്ടതുണ്ട് എന്ന തീരുമാനം CCF തലത്തിൽ തന്നെ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആനയെ ഈ കോടനാടേക്ക്, ഈ നിലവിൽ ഇവിടെ വെച്ചൊക്കെ നൽകിയതുപോലെയുള്ള ചികിത്സ നൽകാൻ സാധിക്കില്ല. അതുകൊണ്ട് ആനയെ പിടികൂടി കോടനാടേക്ക് കൊണ്ടുപോകണം എന്നുള്ളൊരു കാര്യമാണ് ഒരു ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അപ്പൊ ഈ കോടനാടേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് പറയുന്നത്. ഈ കോടനാട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ് ആനയെ ആദ്യം ഈ കൂട് സ്ഥാപിക്കേണ്ടത്. നിലവിൽ അവിടെ ഒരു കൂടുണ്ട്. അത് മുൻപ് ഈ 2021-22 സമയത്ത് അരിക്കൊമ്പനെ ആദ്യമായി പിടികൂടുന്ന സമയത്ത് അരിക്കൊമ്പനെ കുങ്കിയാക്കാൻ തീരുമാനിച്ചിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നിർമ്മിച്ച ഒരു കൂടാണ് നിലവിൽ കോടനാടുള്ളത്. അത് ഉദ്യോഗസ്ഥർ പോയി പരിശോധിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിൽ ബലക്കുറവുണ്ട് എന്നൊരു നിഗമനത്തിൽ അവരെത്തി. കാരണം കോടനാടുള്ള ഒരു ആനയെ ഉപയോഗിച്ചടക്കമാണ് അതിന്റെ ബലപരിശോധന നടത്തിയത്. എന്തായാലും അതിൽ ചില മാറ്റങ്ങൾ വരുത്തി അത് ഉപയോഗിക്കാൻ കഴിയുമെന്നും പരിശോധിക്കുന്നുണ്ട്. അതില്ലെങ്കിൽ ഇത്തരത്തിൽ ഈ മറയൂരിൽ നിന്നും യുക്കാലി തടികൾ കൊണ്ടുവന്ന ശേഷം കൂട് നിർമ്മിക്കേണ്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ അത്തരത്തിൽ ആ കൂട് നിർമ്മിക്കുകയാണെങ്കിൽ എന്തായാലും ഒരാഴ്ചയിൽ കൂടുതലൊക്കെ സമയം എടുക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് തടികൾ അവിടെ നിന്ന് കോടനാട് എത്തിക്കണം, ശേഷം കൂട് നിർമ്മിക്കണം. കൂട് നിർമ്മിക്കാൻ എന്തായാലും ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം, പരമാവധി 2 ദിവസത്തോളമെങ്കിലും എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരാഴ്ചയിലധികം സമയം എടുക്കും എന്തായാലും ആനയുള്ളത്. വെറ്ററിനറി ഡോക്ടർമാരെ ഡേവിഡും അതുപോലെ തന്നെ ബിനു, ഈ 2 പേരുടെയും നിരീക്ഷണത്തിലാണ് ആന നിലവിൽ പോകുന്നത്. അത്തരത്തിലൊരു അവർ നിരീക്ഷിക്കുന്നുണ്ട് ആനയ്ക്ക്. മറ്റാരും വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ആനയ്ക്ക് കാണുന്നില്ല. ആന സ്വമേധയാ തീറ്റയെടുക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്. അത് സ്വാഭാവികമായി നടക്കുന്ന ഒരു സ്ഥലത്ത് തന്നെ നിലയുറപ്പിക്കുകയില്ല. നിലവിൽ എന്തായാലും ആനയുള്ളത് ഇപ്പോൾ അതിരപ്പള്ളി ഈ പ്ലാന്റേഷൻ തോട്ടത്തിലെ PCK ബ്ലോക്ക് ഭാഗത്ത് ആനയുണ്ട് എന്നൊരു നിഗമനമാണ് വനംവകുപ്പുള്ളത്. വനംവകുപ്പ് ആനയെ നിരീക്ഷിച്ച് വരികയും അതായത് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കണമെങ്കിൽ എന്തായാലും ഈ കൂട് നിർമ്മിക്കേണ്ടതുണ്ട്. ആദ്യം ഈ അതിരപ്പള്ളി ഇതിനുള്ളിൽ തന്നെ, ഈ പ്ലാന്റേഷനുള്ളിൽ തന്നെ കൂട് നിർമ്മിക്കാം എന്നൊരു നിഗമനം വനംവകുപ്പ് എടുത്തിരുന്നു. കൂട് നിർമ്മിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു തീരുമാനമെടുത്തു. പക്ഷെ അത് പ്രായോഗികമല്ല എന്ന് കണ്ടാണ് ഈ കോടനാടെ അരിക്കൊമ്പന്റെ കൂട് പരിശോധിക്കാൻ വനംവകുപ്പ് തീരുമാനിച്ചത്. അപ്പോൾ എന്തായാലും ഈ പുതിയ കൂട് നിർമ്മിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് തന്നെയാണ് അവസാനം എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ആനയെ പിടികൂടി കൂട്ടിലേക്ക് കോടനാടേക്ക് കൊണ്ടുപോകണമെങ്കിൽ കുങ്കിയാനകളുടെ സഹായം തീർച്ചയായും ആവശ്യമുണ്ട്. കാരണം ഈ ആനയെ ലോറിയിലേക്ക് കയറ്റണം. അപ്പോൾ ഈ ലോറി ഒരുപക്ഷെ ഒരു താഴ്ന്ന പ്രതലത്തിലും ഉയർന്ന പ്രതലത്തിൽ ഈ മയക്കുവെടി വെച്ച് ആനയെ നിർത്തി അത്തരത്തിലൊരു സംവിധാനത്തിൽ മാത്രമാണ് ആനയെ ഈ ലോറിയിലേക്ക് കയറ്റാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ ആനയെ കയറ്റാനായിട്ട് എന്തായാലും ഒരു 2-ലധികം, അതായത് 3 കുങ്കികളുടെ സഹായമെങ്കിലും ആവശ്യപ്പെടുമെന്നാണ് നമുക്കറിയാം. കഴിഞ്ഞ അരിക്കൊമ്പൻ മിഷനിൽ 3 കുങ്കി ആനകളെയായിരുന്നു വനംവകുപ്പ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അത്തരത്തിൽ സമാനമായിട്ട് എന്തായാലും കുങ്കികളെയും ഇവിടേക്ക് എത്തിക്കണം. അപ്പോൾ പെട്ടെന്നുള്ള ഒരു ധൃതിപ്പെട്ടുള്ള ഒരു നാളെയോ മറ്റന്നാളോ ഒക്കെ തന്നെ ഈ ദൗത്യം നടക്കും എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. അടുത്ത ദിവസങ്ങളിൽ തന്നെ അരുൺ സിക്രിയും സംഘവും അതിരപ്പള്ളിയിലേക്ക് എത്തും. അപ്പൊ അതിനോട് മുന്നോടിയായി തന്നെ എന്തായാലും ഈ ആനയെ അതിനു മുമ്പായിട്ടുള്ള ഒരുപാട് ഒരുക്കങ്ങൾ പൂർത്തിയാക്കണം. അതായത് ആദ്യം കൂട് നിർമ്മിക്കണം. അതിനു മുമ്പായി തന്നെ കൂട് നിർമ്മിച്ചതിനൊപ്പം തന്നെ കുങ്കികളെ ഇവിടേക്ക് എത്തിക്കണം. പിന്നെ ഡാർട്ട് ചെയ്യാൻ അനുയോജ്യമായ ഒരു സ്ഥലം പരിശോധിക്കണം. നമുക്കറിയാം, കഴിഞ്ഞ തവണ അരുൺ സിക്രി പറഞ്ഞിരുന്നു, ഈ നിലവിലുള്ള ഈ പ്ലാന്റേഷൻ മേഖല എന്ന് പറയുന്നത് ഇത്തിരി പ്രയാസമുള്ളതാണ്. ആ മേഖലയിൽ ആനയെ നിലനിർത്തിക്കൊണ്ട്, അതായത് ആനയെ ഡാർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്ന അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല എന്ന് അരുൺ സിക്രി കഴിഞ്ഞാണ് പറഞ്ഞത്. അപ്പോൾ അത്ര അനുയോജ്യമായ സ്ഥലത്തേക്ക് എത്തിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ തവണ ആന വിരണ്ടോടി വനത്തിനുള്ളിലേക്ക് പോയി ഒരു ദിവസമൊക്കെ വനംവകുപ്പിനെ ചുറ്റിക്കുകയും ചെയ്താണ്. അപ്പോൾ ആനയ്ക്ക് ഒരു തവണ ആനയ്ക്ക് മയക്കുവെടി കിട്ടിയതുമാണ്. അപ്പോൾ സ്വാഭാവികമായും ആനയ്ക്ക് അതിൻ്റെതായ ഒരു അതായത് ആനയ്ക്ക് ഇതിന്റെ ഒരു ആനയ്ക്ക് ഓൾറെഡി മയക്കുവെടി ലഭിച്ചുകൊണ്ട് അതിന്റെ ഒരു അലേർട്ട് എന്തായാലും ആനയുടെ ഭാഗത്തും ഉണ്ടാകും സ്വാഭാവികമായി. അപ്പോൾ അത്തരത്തിൽ ആ കടമ്പകളൊക്കെ കടക്കേണ്ടതുണ്ട്. എന്തായാലും കൂട് നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ, അതായത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ കൂട് നിർമ്മാണം പൂർത്തിയാകുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിനുള്ള നടപടികൾ ആരംഭിച്ചു. അതായത് മറവൂരിൽ നിന്നും ഈ തടികൾ കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് DFO പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നടപടികൾ കൂട് നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ ഉടനടി ദൗത്യം ആരംഭിക്കും. എന്തായാലും അടുത്തൊരു ആന ദൗത്യത്തിലേക്ക് നമ്മുടെ വനം വകുപ്പ് നീങ്ങുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ നിലയിലാണ് ആനയെ നേരത്തെ കണ്ടെത്തിയിരുന്നത്. ഒരു പ്രാവശ്യം അതിന് ചികിത്സയൊക്കെ നൽകി കാട്ടിലേക്ക് വിട്ടതായിരുന്നു. പക്ഷെ വീണ്ടും അത് ജനവാസ മേഖലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആരോഗ്യനില മോശമാണെന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ചികിത്സ നൽകാൻ വനം വകുപ്പ് ഒരുങ്ങുന്നത്. പ്രത്യേകമായ ഒരു കൂടൊക്കെ നിർമ്മിച്ചുകൊണ്ട് കോടനാട് എത്തിച്ച് അതിനെ മയക്കുവെടി വെച്ച് പിടികൂടി കോടനാട് എത്തിച്ചുകൊണ്ട് ചികിത്സ നൽകാനാണ് വനം വകുപ്പ് ഒരുങ്ങുന്നത്. വിവരങ്ങളാണ് അഖിൽ നൽകിയത്.